ധർമ്മസ്ഥലയിൽ 100ഓളം സ്ത്രീകളെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയെന്ന ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ നമ്മൾ ഞെട്ടലോടെയാണ് കേട്ടത്. ഇപ്പോൾ ധർമ്മസ്ഥലയിൽ മലയാളി യുവതിയുടെ മൃതദേഹവും താൻ കുഴിച്ചിട്ടതായി ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു. ബാഹുബലി കുന്നിൽ മൃതദേഹം കുഴിച്ചിട്ടു എന്ന് സ്വകാര്യ ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ശുചീകരണ തൊഴിലാളി പറയുന്നത്. മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്താനായി പ്രത്യേക അന്വേഷണ സംഘം മണ്ണു നീക്കി പരിശോധന നടത്തുന്നതിനിടെയാണ് ശുചീകരണ തൊഴിലാളിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പുറത്തുവന്നത്. മിക്ക മൃതദേഹങ്ങളിലും ക്രൂരമായ ആക്രമണത്തിന്റെ പാടുകൾ വ്യക്തമായി ഉണ്ടായിരുന്നുവെന്നും ചെറിയ പെൺകുട്ടികൾ മുതൽ പ്രായമായ സ്ത്രീകൾ വരെ അവരിൽ ഉൾപ്പെട്ടിട്ടിരുന്നുവെന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നു. കർണാടകയിൽ ദക്ഷിണ കന്നഡ ജില്ലയിൽ മഞ്ജുനാഥ ക്ഷേത്രത്തിനും ജൈന ക്ഷേത്രത്തിനും പേരുകേട്ട ധർമ്മസ്ഥലയിൽ നിന്നുള്ള ശുചീകരണ തൊഴിലാളിയാണ് ആരെയും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നത്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി കർണാടക സർക്കാരിന് തലവേദനയായി മാറിയിരിക്കുന്ന അന്വേഷണം പക്ഷേ എങ്ങും എത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളി ദക്ഷിണ കന്നഡ പോലീസിന് മുന്നിലാണ് രാജ്യത്തെ ഞെട്ടിച്ച വെളിപ്പെടുത്തൽ നടത്തുന്നത്. ധർമ്മസ്ഥലയിൽ 100 കണക്കിന് കൊലപാതക പരമ്പരയെക്കുറിച്ച് ശുചീകരണ തൊഴിലാളി തങ്ങളുടെ വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ടെന്ന് അവകാശപ്പെട്ട ഓജസി ഗൌഡ, സച്ചിൻ ദേശ് പാണ്ഡെ എന്നീ 2 അഭിഭാഷകർ രംഗത്ത് എത്തിയതോടെയാണ് പുറം ലോകം ഇക്കാര്യം അറിയുന്നത്. വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിയുടെ ഐഡന്റിറ്റി പുറം ലോകം അറിഞ്ഞിട്ടില്ല എങ്കിലും കഥ ഇതുവരെ ഇങ്ങനെയാണ്. ഒറ്റക്കല്ലിൽ പണി കഴിപ്പിച്ച 39 അടി ഉയരമുള്ള ഗോമതേശ്വര പ്രതിമ കാണാനായും മലയാളികൾ അടക്കമുള്ള നിരവധി ആളുകൾ കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിൽ ബെൽത്തങ്ങാടി താലൂക്കിൽ നേത്രാവതി നദിക്ക് സമീപമായുള്ള ക്ഷേത്ര നഗരത്തിൽ എത്താറുണ്ട്. പ്രസിദ്ധമായ ശ്രീ മഞ്ജുനാഥ ക്ഷേത്രം നിലകൊള്ളുന്ന ധർമ്മസ്ഥലയാണിത്. ഇവിടെ 1998 മുതൽ 2014 വരെയുള്ള കാലയളവിൽ ധർമ്മസ്ഥലയിലും പ്രദേശങ്ങളിലും ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട നിരവധി സ്കൂൾ വിദ്യാർത്ഥിനികളുടെയും സ്ത്രീകളുടെയും മൃതദേഹങ്ങൾ ക്ഷേത്ര ഭാരവാഹികളുടെ നിർബന്ധത്തെ തുടർന്ന് താൻ കുഴിച്ചിട്ടുവെന്നാണ് ശുചീകരണ തൊഴിലാളി പറയുന്നത്. ഇതിനുള്ള തെളിവുകളും അയാൾ നൽകിയതോടെ ഇന്ത്യ നടുങ്ങി. പിന്നെ നാട്ടുകാർ ഇളകി. 100 അല്ല 400ഓളം സ്ത്രീകളെയാണ് അങ്ങനെ കൊന്നു തള്ളിയെന്ന വാർത്തയും പുറകെ കേട്ടു. വിദ്യാർത്ഥികളടക്കം 100ലേറെ സ്ത്രീകളെ പീഡിപ്പിച്ചു കൊന്നുവെന്നാണ് പറയപ്പെടുന്നത്. ഈ പ്രദേശത്ത് മാത്രം 200ഓളം സ്ത്രീകളെ കാണാതായിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ. ഈ ഘട്ടത്തിലാണ് കൊല്ലപ്പെട്ട സ്ത്രീകളിൽ മലയാളികളും എന്ന ഞെട്ടിക്കുന്ന വാർത്ത വന്നത്. കർണാടകയിലെ ധർമ്മസ്ഥലയിലുള്ള മഞ്ജുനാഥ സ്വാമി ക്ഷേത്രത്തിനെതിരെ വീണ്ടും വെളിപ്പെടുത്തലുകളുമായും ശുചീകരണ തൊഴിലാളി കഴിഞ്ഞ ദിവസം വന്നതോടുകൂടിയാണ് മലയാളി സ്ത്രീകളും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം പുറം ലോകം അറിയുന്നത്. ഇത് യാഥാർത്ഥ്യമാണോ? ലഭിച്ച അസ്ഥി കഷ്ണങ്ങൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടോ? ഇതിലൊക്കെ തന്നെ നമുക്ക് വ്യക്തത വരേണ്ടതുണ്ട്. മൃതദേഹങ്ങൾ കുഴിച്ചുമൂടാൻ ക്ഷേത്രത്തിൽ നിന്ന് തന്നെയാണ് തനിക്ക് നിർദ്ദേശം ലഭിച്ചതെന്നാണ് ശുചീകരണ തൊഴിലാളി പറയുന്നത്. ഇന്ത്യ ടുഡേക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് വീണ്ടും ആളുകളെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ അദ്ദേഹം നടത്തിയത്. താൻ ഒറ്റയ്ക്കല്ല, ചെറിയൊരു സംഘമായാണ് വനമേഖലകളിൽ മൃതദേഹങ്ങൾ മറവു ചെയ്തതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതായത് എവിടെയൊക്കെ കുഴിയെടുത്ത് ഒരു മൃതദേഹം താഴ്ത്താൻ സാധിക്കുമോ അവിടെയൊക്കെ മൃതദേഹങ്ങൾ താൻ കുഴിച്ചിട്ടുണ്ട്. വർഷം ഇത്രയായതുകൊണ്ട് തന്നെ പ്രദേശങ്ങളിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പുതിയ വഴികൾ വന്നു, പഴയ വഴികൾ പോയി, കാട് വളർന്നു, ചിലയിടങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പറയുന്ന പ്രദേശങ്ങളിൽ അന്വേഷണം നടത്തി ഈ മൃതദേഹങ്ങൾ, അതിന്റെ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തുക എന്ന് പറയുന്നത് അതിനിർണായകമാണ്. മാത്രമല്ല ധർമ്മസ്ഥലയിൽ അന്വേഷണം അവസാനിപ്പിക്കാൻ പോവുകയാണ് എന്ന സൂചനകളും വരുന്നുണ്ട്. ധർമ്മസ്ഥലയിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘം അഥവാ SIT നടത്തുന്ന തെരച്ചിൽ അവസാനിപ്പിക്കാൻ ആലോചന സജീവമാണ്. തെരച്ചിലിനെ സംബന്ധിച്ച് തിങ്കളാഴ്ച നിയമസഭയിൽ പ്രസ്താവന നടത്തുമെന്നാണ് ആഭ്യന്തരമന്ത്രി G. പരമേശ്വര അറിയിച്ചിട്ടുള്ളത്. അന്വേഷണത്തിൽ നിന്നും പിന്മാറാനുള്ള സർക്കാർ നീക്കത്തിന്റെ ഭാഗമാണിത് എന്ന് തന്നെയാണ് സൂചന. കാരണം അത്രയധികം പ്രതിസന്ധിയിലാണ് സർക്കാർ. ധർമ്മസ്ഥലയിൽ ഇത്രയും അധികം സ്ത്രീകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആരാണ് ഇതിന് നേതൃത്വം നൽകിയതെങ്കിൽ അവരൊക്കെയും നിയമത്തിന് മുന്നിൽ പ്രതികളാണ്. അങ്ങനെ വന്നാൽ ഇത് വലിയ രീതിയിലുള്ള സാമുദായിക പ്രതികരണങ്ങൾക്ക് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള കലഹങ്ങൾക്കും കലാപങ്ങൾക്കും വഴിവെച്ചേക്കാം. എന്തായാലും അന്വേഷണം നിർത്താൻ പോവുകയാണ് എന്നതിന് തെളിവായി വെളിപ്പെടുത്തലിന്റെ പേരിൽ SIT രൂപവൽക്കരിച്ച അന്വേഷണം നടത്തുന്നതിനെതിരെ കോൺഗ്രസിനുള്ളിൽ തന്നെ എതിർപ്പുകൾ ഉയരുന്നുണ്ട്. മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ ജനാർദ്ദന പൂജാരി കഴിഞ്ഞ ദിവസം ഇതിന്റെ പേരിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ വിമർശിച്ചിരുന്നു. ഇതിന് പിന്നാലെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും അന്വേഷണത്തിനെതിരെ രംഗത്ത് വന്നു. ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ പറഞ്ഞത്. നൂറ്റാണ്ടുകൾ നീണ്ട പാരമ്പര്യത്തെ കളങ്കപ്പെടുത്താൻ ചിലർ ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. മതവിശ്വാസത്തിന് സർക്കാർ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ഒരു മതവികാരം വ്രണപ്പെടുത്താൻ പാടില്ല എന്നും അടിസ്ഥാനരഹിതമായി ആരോപണം ഉന്നയിച്ചവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നുമാണ് ശിവകുമാർ പറഞ്ഞത്. ധർമ്മസ്ഥലയിൽ നടക്കുന്ന പരിശോധനയിൽ എതിർപ്പുമായി BJPയും രംഗത്തുണ്ട്.
ധർമ്മസ്ഥലയെ ദുഷിപ്പിക്കാൻ സംഘടിതമായി ഗൂഢാലോചന നടക്കുന്നുണ്ടെന്നും BJP പറയുന്നു. BJP MLA-മാരും നേതാക്കളും ഞായറാഴ്ച ധർമ്മസ്ഥല സന്ദർശിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഹിന്ദു സംഘടനാ പ്രവർത്തകരും ധർമ്മസ്ഥല ക്ഷേത്ര ഭക്തരും പ്രതിഷേധവുമായി രംഗത്തുണ്ട്. ചിക്കമംഗലൂരു, കൊപ്പാൽ, യാദ്ഗീർ, മൈസൂരു, കലബുറഗി എന്നിവിടങ്ങളിൽ പ്രതിഷേധങ്ങൾ നടന്നു. ഇതോടെ സർക്കാർ സമ്മർദ്ദത്തിലായി. അതുകൊണ്ട് തന്നെ SITയുടെ അന്വേഷണങ്ങൾ കൂടുതൽ തീവ്രമാവില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ശൈവ പാരമ്പര്യത്തിലുള്ള ഈ ക്ഷേത്രത്തിലെ പൂജാരിമാർ വൈഷ്ണവരായ മാധവ ബ്രാഹ്മണരാണെങ്കിലും ഈ ക്ഷേത്രത്തിൽ നടത്തിപ്പ് ജൈന മതസ്ഥരായ ബന്ധു കുടുംബത്തിന്റേതാണ്. ഈ ബന്ധു കുടുംബത്തിനെതിരെയാണ് ഇപ്പോൾ ജനരോഷവും ഉയരുന്നത്. ധർമ്മസ്ഥല ധർമാധികാരി ഡോക്ടർ G. വീരേന്ദ്ര ഹെഗ്ഡെയാണ് പ്രതികളെ സംരക്ഷിക്കുന്നതെന്നും ജനങ്ങൾ ആരോപിക്കുന്നു. ക്ഷേത്രം നിയന്ത്രിക്കുന്ന ജൈന കുടുംബമായ ഹെഗ്ഡെമാർ എന്തായാലും പ്രതിസ്ഥാനത്തുണ്ട്. എന്നാൽ ഇത്രയും അധികം ആരോപണങ്ങൾ വന്നിട്ടും ഡോക്ടർ D. വീരേന്ദ്ര ഹെഗ്ഡെ ഈ വിഷയത്തിൽ നിശബ്ദമായിരിക്കുന്നതും സംശയിക്കപ്പെടേണ്ടതുണ്ട്. എന്നാലും രാജ്യം കേട്ട ഏറ്റവും വലിയ കൂട്ടക്കൊലയുടെ, ഏറ്റവും വലിയ സ്ത്രീ പീഡനങ്ങളുടെ കഥകളാണ് ധർമ്മസ്ഥലയിൽ നിന്ന് കേട്ടത്. അന്വേഷണം കൃത്യമായി നടപ്പിലാക്കേണ്ടതുണ്ട്. ഈ ശുചീകരണ തൊഴിലാളി പറഞ്ഞ ചില സ്ഥലങ്ങളിൽ നിന്ന് അസ്ഥികളും അത് മനുഷ്യാസ്ഥികളാണെന്നും ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അന്വേഷണം സുതാര്യമാകണം. കൃത്യമായ തെളിവെടുപ്പുകൾ നടത്തണം. ഫോറൻസിക് തെളിവെടുപ്പുകൾ നടത്തണം. പ്രതികൾ ആരൊക്കെയാണെങ്കിലും എത്ര ഉന്നതരാണെങ്കിലും പിടിക്കപ്പെടേണ്ടതുണ്ട്. അതിന് മതത്തിന്റെ പേരിൽ ഒരു കലഹമുണ്ടാക്കി അതിനെ അടിച്ചമർത്തി ഒതുക്കി വെക്കാമെന്നുള്ള രീതിയിലേക്കാണ് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ പോകുന്നതെങ്കിൽ മരണപ്പെട്ട പെൺകുട്ടികളുടെ, കൊല്ലപ്പെട്ട ഇരകളുടെ കുടുംബത്തിന് നീതി ലഭിക്കില്ല.